റാഫിയെ ഇജെന്തിനാ ഇപ്പൊ രാവിലെ തന്നെ ഞങ്ങളെ കൊണ്ടുവന്ന് ലാൻഡ് ബാഗ് കൊണ്ടുവന്നത്? ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ഗാർഡൻ സിറ്റി ഓഫ് ഇന്ത്യ എന്നല്ലേ. അപ്പോൾ ഒരുപാട് ഗാർഡൻ ഇവിടെ ഉണ്ട്. പ്രധാനമായിട്ട് 2 ഗാർഡനാണ്. ഒന്ന് ലാൽബാഗും ഒന്ന് കബ്ബൺ പാർക്കും. കബ്ബൺ പാർക്ക് ഇതേപോലെ ഇങ്ങനെ ഓപ്പൺ സ്പേസ് ആണ് ഫുള്ള്. ലാൽബാഗ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലം. ഇപ്പോൾ ഇവർ പറയാറുള്ളത് കറക്റ്റ് അറിയില്ല, എത്ര 200 ഏക്കറിൻ്റെ മേലെ ബാംഗ്ലൂർ സിറ്റിൻ്റെ ഉള്ളിൽ ഇവരിങ്ങനെ ഒരു സാധനം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആലോചിച്ച് നോക്കുക, ബാംഗ്ലൂർ മൊത്തം സിറ്റിൻ്റെ ഉള്ളിൽ ഇത്രയും ഒരു സ്ഥലം ഇതിനായിട്ട്. അപ്പോൾ കുറേ വർഷം പഴക്കമുണ്ട് ഇതിന്. നമ്മൾ ഒരു 200 വർഷത്തിൻ്റെ മേലെ എങ്ങാനും ഇതിന് പഴക്കമുണ്ടെന്ന് നമ്മളെ ഹൈദർ അലിയാണ് ഇത് തുടങ്ങാൻ വേണ്ടിയൊക്കെ പറഞ്ഞത്. പിന്നെ ടിപ്പു സുൽത്താനാണ് ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതെന്നാണ് ചരിത്രത്തിലുള്ളത്. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും അവിടെയൊക്കെയുള്ള ഓരോ മരങ്ങൾ കണ്ടിട്ടില്ലേ, എത്ര നമ്മൾ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല, അത്രയും വലിയ മരങ്ങളൊക്കെ അത്രയും അടിപൊളിയാണ്, ഒരുപാട് പഴക്കം. ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറഞ്ഞാൽ ഒന്ന് ഇവിടെ ഒരു ഗ്ലാസ് ഹൗസ് ഉണ്ട്, നല്ല അടിപൊളിയാണ്. പിന്നെ ഇവിടെ ഒരു റോക്ക്, കുറേ പാറകളുണ്ട്, അവിടെ നമുക്ക് സൂര്യോദയാസ്തമയമൊക്കെ കാണാൻ പറ്റും. പിന്നെ ഈ ഭാഗത്ത് ഇവിടെ നല്ലൊരു ലേക്ക് ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഗ്രീനറിയും ലേക്കും സൺറൈസും എല്ലാം കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ കാര്യമായിട്ട് ഇതിന്റെ മെയിൻ യൂസേജ് എന്താണ്? കാര്യമായിട്ട് എന്ന് പറഞ്ഞാൽ സിറ്റി മൊത്തത്തിൽ ലൈഫ് എന്ന് പറഞ്ഞാൽ സൗണ്ട് മാത്രമല്ല, അതിൻ്റെ ഇടയിൽ ആൾക്കാർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും. രാവിലെ എന്തിനാ കൊണ്ടുവന്നു ചോദിച്ചില്ലേ, രാവിലെ 9 മണി വരെ ഫ്രീ ആണ്. അത് ഇവിടുത്തെ സർക്കാർ ഇവിടുത്തെ സർക്കാരിനെ നമ്മൾ പ്രശംസിക്കണമില്ലേ, കാരണം അവർ ആൾക്കാർക്ക് ജോഗിങ്ങിന് വേണ്ടി രാവിലെ 9 മണി വരെ ഇത് തുറന്നു. ഇത് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും 30 രൂപൻ്റെ ടിക്കറ്റ് ഫെയർ ഉണ്ട്. ഇനി ഇപ്പം കാണില്ല, നമ്മളിപ്പം 11 മണിയാവാനായി, ഇപ്പോഴും ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഇനി ഉച്ചക്കായ ആൾക്കാർ ഭക്ഷണം കൊണ്ടുവരുന്നത്, ഇവിടെ നിൽക്കുന്നത്, വൈകുന്നേരം വരെ ആളുകൾ ഇഷ്ടം പോലെ. വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ബാംഗ്ലൂരിന് വേറൊരു പേരുണ്ട്, റിട്ടയർമെൻറ്റ് സിറ്റി. അപ്പോൾ ആളുകൾ റിട്ടയർ ആകാൻ വേണ്ടി വരുന്നൊരു സിറ്റി കൂടിയാണത്. അപ്പോൾ ഇവിടെ വന്നാൽ ആളുകൾക്ക് ഒന്നും കൂടി കംഫർട്ടാണ്. അപ്പോൾ ആളുകൾക്ക് സൗകര്യങ്ങളുണ്ട്, അതിൻ്റെ ഇടയിൽ ഈ ഇത്തരത്തിലുള്ള കുറേ ഫെസിലിറ്റികളുണ്ട്. അപ്പോൾ ഇവിടെ ഇത് ഇത്ര വർഷമായി ഇപ്പോഴും ഒരു മരം മുറിച്ചാൽ അപ്പുറത്ത് വേറെ മരം കുഴിച്ചിടും. ഈ എത്രയും ഗ്രീനറി ഈ ഒരു സമയത്ത്. ഇപ്പോൾ നമ്മൾ ചൂടുകാലത്ത് വന്നാൽ അത്യാവശ്യം ഗ്രീനറി തന്നെയായിരിക്കും. ഗവൺമെൻറ് അത്രയും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ നോക്കി പ്ലാസ്റ്റിക്കോ അങ്ങനെ അത്ര സാധനങ്ങളൊന്നും കാണാനും ഇല്ലല്ലോ, വളരെ ഉഷാറായിട്ട് അവർ നോക്കും. അതാണ്